പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി. ഗുണഭോക്താക്കൾക്ക് 2 മാസത്തിലെ പെൻഷൻ തുകയായ 4000 രൂപ വീതം ഒരുമിച്ച് വിതരണം ചെയ്യുന്നു. 2000 രൂപയുടെ വീതം 2 ഗഡുക്കളാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒരുമിച്ച് എത്തിച്ചേരുന്നത്. തുക വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും. മാർച്ച് 31 4000 രൂപ വീതം പരമാവധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നത്. വിഷു, ഈസ്റ്റർ പ്രമാണിച്ചാണ് ആനുകൂല്യ വിതരണങ്ങൾ നേരത്തെയാക്കിയിരിക്കുന്നത്. എന്നാൽ മാർച്ച് മാസത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യം ഒരൽപ്പം വൈകി 2 മാസത്തിലെ തുകയും ഒരുമിച്ച് ലഭിക്കുന്ന രീതിയിലാണ് പുതിയ വിതരണ നടപടി ആരംഭിച്ചിട്ടുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. ആദ്യഘട്ടത്തിൽ 2000 രൂപ വീതമാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ വൈകാതെ 2000 രൂപയുടെ രണ്ടാമത്തെ ഗഡു കൂടി എത്തിച്ചേരും. കൈകളിലേക്കുള്ള വിതരണവും ഇതോടൊപ്പം തന്നെ ആരംഭിക്കുമെങ്കിലും ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ഏപ്രിൽ 14 മാത്രമേ വിതരണം പൂർത്തിയാക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള കുടിശ്ശിക വിതരണം ആരംഭിക്കുകയാണ്. 5 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയുടെ വിതരണമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുള്ളത്. 1600 രൂപയുടെ വീതം 5 ഗഡുക്കൾ 8000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. 8000 രൂപ വീതം കുടിശ്ശികയുള്ള ഓരോ ഗുണഭോക്താവിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ അടുത്ത ആഴ്ചയോടുകൂടി 1 ഗഡു കൂടി അനുവദിക്കുമെന്ന് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതായത് 6 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക. 2 ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന വിതരണം അടുത്ത ആഴ്ചയോടുകൂടി പൂർത്തിയാകും. നാളുകളേറെയായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ഇനത്തിലാണ് ഇപ്പോൾ റീഫണ്ട് ഉൾപ്പെടെ പെൻഷൻ തുകയും കൂടി എത്തിച്ചേരുന്നത്. 50 കോടി രൂപ സർക്കാർ വായ്പയും 335 കോടി രൂപയ്ക്കടുത്ത് മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള വായ്പയും കൂടി ചേർത്താണ് നിലവിലുള്ള കുടിശ്ശിക തുകയും പെൻഷൻ തുകയും വിതരണം ആരംഭിച്ചിരിക്കുന്നത്. മാർച്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി 1060 കോടിയോളം രൂപയാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകളിലെ 8 ലക്ഷത്തോളം വരുന്ന NSIP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നേക്കാം. ഇവർക്കുള്ള വിതരണവും ഇതോടനുബന്ധിച്ച് തന്നെ ആരംഭിക്കും. ഇതിനുള്ള തുകയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ തുകയായ 4000 രൂപയോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷൻ തുക കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. സർക്കാർ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തിലെ പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1 ഗഡു കൂടി വിതരണം ആരംഭിച്ചതായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. ഒട്ടുമിക്ക സ്ത്രീ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കാണ് 1000 രൂപ വീതം എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുള്ളത്. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നും വരും ദിവസങ്ങളിലുമായി തുക എത്തിച്ചേർന്നു തുടങ്ങും. സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തിന് പുറമെ കേന്ദ്ര സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ 22ാം ഗഡുവായ 2000 രൂപയുടെ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായിരിക്കുന്നത്. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വിതരണം സജീവമാക്കിയിട്ടുണ്ട്. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേർന്നു തുടങ്ങിയത്. 21ാം ഗഡുവായ 2000 രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 21ഉം 22ഉം ഗഡുക്കൾ ഒരുമിച്ച് തന്നെ എത്തിച്ചേരും. 4000 രൂപ വരെയാണ് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഗുണഭോക്താക്കൾ ആധാർ സീഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് കർഷകർ പരിശോധിക്കേണ്ടത്. ഒന്നാമതായി EKYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമതായി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട ലാൻഡ് സീഡിംഗ് നടപടികൾ ശരിയായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഉറപ്പുവരുത്തുക. മൂന്നാമതായി ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഈ 3 നടപടികൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ 22ാം ഗഡുവായ 2000 രൂപ മുടങ്ങുന്നതിന് കാരണമായേക്കും. ഇവ പൂർത്തിയാക്കുന്ന മുറക്ക് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങുകയും ചെയ്യും. കേരളത്തിൽ 25 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യങ്ങൾ എത്തിച്ചേർന്നത്.
സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്ന സാഹചര്യത്തിൽ മുടങ്ങിയ ഗഡുക്കൾ ഉൾപ്പെടെ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിയിപ്പുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തുവരും. ഇലക്ഷൻ അടുത്തതോടെ ക്ഷേമനിധി പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവ്. സംസ്ഥാനത്തെ കലാപ്രവർത്തകരുടെ പെൻഷൻ വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. നിലവിൽ നൽകി വരുന്ന പെൻഷൻ 4000 രൂപയിൽ നിന്നും 5000 രൂപയാക്കി. കുടുംബ പെൻഷനും അവശതാ പെൻഷനും 1100 രൂപയിൽ നിന്നും 1600 രൂപയാക്കി ഉയർത്തി. കൂടാതെ കലാപ്രവർത്തകരുടെ ചികിത്സാ ധനസഹായത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ആജീവനാന്ത ചികിത്സാ സഹായം 1.5 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. മുൻപ് ഒരു തവണ ലഭിച്ചിരുന്ന സഹായം ഇനി ഓരോ 3 വർഷം കൂടുമ്പോഴും ലഭ്യമാക്കാൻ വ്യവസ്ഥ ചെയ്തു. മാരക രോഗങ്ങൾ പിടിപെട്ടവർക്ക് 2 ലക്ഷം രൂപ വരെ ആവർത്തന ധനസഹായമായും ലഭിക്കുന്നതാണ്. അതുപോലെ വിവാഹ ധനസഹായം 25,000 രൂപയിൽ നിന്നും 50,000 രൂപയായും മരണാനന്തര ധനസഹായം 10,000 രൂപയിൽ നിന്നും 25,000 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അർഹരായ 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് അംഗത്വത്തിന് ഒരവസരം കൂടി നൽകാൻ സർക്കാർ തീരുമാനിച്ചതായും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ഇതിനായി ഏപ്രിൽ 1 മുതൽ 3 മാസത്തിനകം 10 വർഷത്തെ അംശാദായം ഒന്നിച്ചടച്ച് അപേക്ഷിക്കേണ്ടതാണ്. ക്ഷേമനിധി ബോർഡിന്റെ വെബ്സൈറ്റ് വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് 1000 രൂപയും വിതരണം ആരംഭിച്ചിട്ടുണ്ട്. KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി 2 ഗഡു DA ആൻഡ് DR എന്നിവ അനുവദിച്ചു. ജീവനക്കാരുടെ DAയിലും പെൻഷൻകാരുടെ DR-ലും 7% വർധനവാണ് ഇതോടെ ഉണ്ടാകുന്നത്. ഇതിനാവശ്യമായ 10 കോടി രൂപ അധിക സഹായമായി കോർപ്പറേഷന് അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 2022 ജനുവരി മുതൽ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാകുന്ന തരത്തിലാണ് KSRTCയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ 2 ഗഡുക്കൾ കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജീവനക്കാരുടെ ക്ഷേമം മുൻനിർത്തി സർക്കാർ വലിയ പിന്തുണയാണ് നൽകുന്നത്. ഈ സാമ്പത്തിക വർഷം മാത്രം ഇതുവരെ 1574 കോടി രൂപയാണ് സർക്കാർ സഹായമായി KSRTCക്ക് നൽകിയത്. ഇതിൽ 1439 കോടി രൂപ പ്രത്യേക സഹായമായും പുതിയ ബസ്സുകൾ വാങ്ങുന്നതടക്കമുള്ള മൂലധന ചിലവുകൾക്കായി 135 കോടി രൂപയും കൈമാറി. ബജറ്റിൽ വകയിരുത്തിയ 1035 കോടി രൂപയ്ക്ക് പുറമെ 539 കോടി രൂപ അധിക സഹായമായും നൽകി. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ ആകെ 9,015 കോടി രൂപയാണ് KSRTCയുടെ നിലനിൽപ്പിനും വികസനത്തിനുമായി അനുവദിച്ചത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിനുള്ള ഇൻസെന്റീവായി തുക അനുവദിച്ചു. 30 രൂപ വെച്ച് നൽകാൻ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റു വായ്പാ സഹകരണ സംഘങ്ങൾക്കുമാണ് അനുവദിച്ചത്. ഈ തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറാൻ സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിക്ക് അനുമതി നൽകി. ഇത് എല്ലാ ജില്ലയിലെയും സഹകരണ ജോയിന്റ് രജിസ്ട്രാർമാരുടെ പെൻഷൻ ട്രഷറി അക്കൗണ്ടുകളിലേക്ക് കൈമാറാൻ പഞ്ചായത്ത് ഡയറക്ടറേറ്റിലെ DBT സെല്ലിനെ ചുമതലപ്പെടുത്തി. 2025 ഓഗസ്റ്റ് മുതൽ നവംബർ വരെ പെൻഷൻ വിതരണം ചെയ്തതിനുള്ള ഇൻസെന്റീവാണ് അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും 10% ക്ഷാമബത്ത അനുവദിച്ചു. മാർച്ചിലെ ശമ്പളത്തോടൊപ്പം ലഭിക്കും. കുടിശ്ശിക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. ഉത്തരവ് പ്രകാരം സർക്കാർ ജീവനക്കാർക്ക് 35% നിരക്കിൽ DA ലഭിക്കും. കഴിഞ്ഞ ആഴ്ച 3% കുടിശ്ശിക അനുവദിച്ചിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച 10%. ഇതിലൂടെ ബജറ്റിൽ വാഗ്ദാനം ചെയ്ത 13% DA കുടിശ്ശികയും സർക്കാർ അനുവദിച്ചു. കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തീർക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. മാർച്ചിലെ ശമ്പളത്തോടൊപ്പമാണ് കുടിശ്ശിക ലഭിക്കുക. പുതിയ ഉത്തരവ് പ്രകാരം സർക്കാർ ജീവനക്കാർക്ക് 32% നിരക്കിലായിരിക്കും DA ലഭിക്കുക. കഴിഞ്ഞ ആഴ്ച 3% കുടിശ്ശിക അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 10% കൂടി അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ ബജറ്റിൽ വാഗ്ദാനം ചെയ്തിരുന്ന DA കുടിശ്ശിക സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ്. 35% DA ആണ് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്നത്. 22% കൊടുത്തുകൊണ്ടിരുന്നത്. 13% കുടിശ്ശികയായിരുന്നു. ഇത് ഗഡുക്കളായി നൽകുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും നൽകുന്നതിനായി 20 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ക്ഷേമനിധി ബോർഡിനാണ് സർക്കാർ സാമ്പത്തിക സഹായം ലഭ്യമാക്കിയത്. ബോർഡിനായി ഈ വർഷം 5.44 കോടി രൂപയാണ് സർക്കാർ സഹായമായി നൽകേണ്ടിയിരുന്നത്. എന്നാൽ 61.32 കോടി രൂപ ഇതിനകം ലഭ്യമാക്കി.
വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും വലിയ സഹായമാണ് സർക്കാർ നൽകുന്നതെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കി. 3 വർഷത്തിനുള്ളിൽ ക്ഷേമനിധി ബോർഡിന് സർക്കാർ സഹായമായി 96.21 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഇക്കാലയളവിലെ ബജറ്റിൽ ഇതിനായി നീക്കിവച്ചിരുന്നത് 21 കോടി രൂപയായിരുന്നു. എന്നാൽ 75 കോടി രൂപയാണ് അധികമായി നൽകിയത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പെൻഷൻ വിതരണം മുടങ്ങിക്കിടക്കുകയാണ്. ഫണ്ടിന്റെ ലഭ്യതക്കുറവ് മൂലം പ്രതിസന്ധിയിലായ പെൻഷൻ വിതരണം ഈ തുക അനുവദിച്ചതോടെ പുനരാരംഭിക്കും. നിലവിൽ മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കുടിശ്ശിക ഈ തുക ഉപയോഗിച്ച് മുൻഗണനാക്രമത്തിൽ വിതരണം ചെയ്യും. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിനാണ് സഹായം അനുവദിച്ചത്. വിരമിച്ചവരുടെ പെൻഷൻ, വിരമിക്കൽ ആനുകൂല്യം, വിരമിച്ചവരുടെ മരണാനുകൂല്യം തുടങ്ങിയവ നൽകുന്നതിനാണ് സഹായം ആവശ്യപ്പെട്ടത്. ബോർഡ് സർക്കാർ സഹായത്തോടെയാണ് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ബോർഡിന് പ്രതിമാസ ക്ഷേമനിധി വിഹിതമായി ലഭിക്കുന്നത് 2.15 കോടി രൂപയാണ്. പെൻഷൻ വിതരണത്തിന് മാത്രം മാസം 4.26 കോടി രൂപ വേണം. ഇതിനു മുൻപ് 2025 നവംബറിൽ 20 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.